സുഹൃത്തെ, ഒന്നാലോചിച്ചു നോക്കൂ. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ അടുക്കളയിലേക്ക് കയറുന്നു. അവിടെ തലേന്നത്തെ പാത്രങ്ങൾ കഴുകാതെ കിടക്കുന്നു. ഭക്ഷണാവശിഷ്ടങ്ങൾ ചീത്തയായി മണക്കുന്നു. എവിടെ നോക്കിയാലും ആകെ അലങ്കോലം. ആ അടുക്കളയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? ആദ്യം ആ അഴുക്കുകൾ നീക്കം ചെയ്യണം, പാത്രങ്ങൾ കഴുകിവെക്കണം. എങ്കിൽ മാത്രമേ രുചികരമായൊരു ഭക്ഷണം അവിടെ പാകം ചെയ്യാൻ കഴിയൂ. ഇതേ അവസ്ഥയാണ് നമ്മുടെ മനസ്സിനും. നമ്മുടെ ഉള്ളിൽ നിറയെ പഴയ സങ്കടങ്ങളും ദേഷ്യവും പരാതികളും പേടിയുമൊക്കെ കൂടിക്കിടക്കുകയാണ്. ഈ അഴുക്കുകൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ എത്ര വലിയ സ്വപ്നങ്ങൾ കണ്ടാലും എത്ര കഷ്ടപ്പെട്ടാലും വിചാരിച്ച ഫലം കിട്ടില്ല. പക്ഷേ ഈ മനസ്സിനെ ഒന്ന് വൃത്തിയാക്കിയാലോ? അവിടെയാണ് ഹവായിയൻ ജനതയുടെ അത്ഭുതകരമായൊരു രഹസ്യം നമ്മെ സഹായിക്കുന്നത്. അതിന്റെ പേരാണ് ഹോ പോണോ പോണോ. ഇതൊരു വെറും പ്രാർത്ഥനയല്ല, ഇതൊരു ശുദ്ധീകരണമാണ്. നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്ത് അവിടെ പുതിയ വിത്തുകൾ പാകാനുള്ള വഴി. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, സ്നേഹം, പണം, സമാധാനം, ഇതെന്തുമാകട്ടെ, അത് നേടാൻ നിങ്ങളെ തടയുന്ന തടസ്സങ്ങളെ മാറ്റാൻ ഈ ഒരൊറ്റ വഴി മതി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മാജിക്കിനെക്കുറിച്ചാണ്. വെറും വാക്കുകൾ കൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും എങ്ങനെ ഇതിലൂടെ മാറ്റാമെന്ന് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ കേരളീയ ഭക്ഷണരീതി ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ലൊരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ പച്ചക്കറികൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കും. ചീത്തയായ ഭാഗങ്ങൾ മുറിച്ചുമാറ്റും. അത് കഴിഞ്ഞേ നമ്മളത് പാത്രത്തിലേക്കിടൂ. വിഷം കലർന്ന പച്ചക്കറി കൊണ്ട് അമൃതുണ്ടാക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താ എനിക്ക് മാത്രം ഒന്നും ശരിയാവാത്തത് എന്ന്. കാരണം ലളിതമാണ്. നിങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു ബന്ധം ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ, പഴയ പരാജയങ്ങളുടെ ഓർമ്മകൾ ചീത്തയായ പച്ചക്കറികൾ പോലെ കിടപ്പുണ്ട്. എനിക്കൊന്നിനും കഴിവില്ല, എന്നെ ആരും സ്നേഹിക്കില്ല, പണമുണ്ടാക്കാൻ പാടാണ്. ഈ ചിന്തകൾ അവിടെ കിടന്ന് ചീത്തയാകുന്നു. ഹോ പോണോ പോണോ ചെയ്യുന്നതെന്താണെന്നോ? ഇതാ പഴയ മാലിന്യങ്ങളെ കഴുകിക്കളയുന്നു. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയ വർഷങ്ങളുടെ വിഷത്തെ ഇത് നീക്കം ചെയ്യുന്നു. ഡോക്ടർ ഹ്യൂ ലെൻ എന്ന മനുഷ്യനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു ഭ്രാന്താശുപത്രിയിലെ കൊടും കുറ്റവാളികളായ രോഗികളെ അവരെ നേരിട്ട് കാണുക പോലും ചെയ്യാതെ സുഖപ്പെടുത്തിയ മനുഷ്യൻ. അദ്ദേഹം ഉപയോഗിച്ചത് മരുന്നുകളല്ല, വെറും 4 വരികളാണ്. ആ 4 വരികൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്ക് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം. എന്താണ് നമ്മുടെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം? നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പ്രശ്നം നമ്മുടെ ബോസിന്റെ ദേഷ്യമാണ്, അല്ലെങ്കിൽ പങ്കാളിയുടെ പെരുമാറ്റമാണ്, അല്ലെങ്കിൽ കയ്യിൽ പണമില്ലാത്തതാണ് എന്നാണ്. അല്ല സുഹൃത്തെ, അതല്ല സത്യം. നമ്മുടെ ജീവിതത്തിൽ കാണുന്നതെല്ലാം ഒരു പ്രൊജക്ഷൻ മാത്രമാണ്. ഒരു സിനിമാ തിയേറ്റർ സങ്കൽപ്പിക്കുക. സ്ക്രീനിൽ കാണുന്ന സിനിമയിൽ അഴുക്കുണ്ടെങ്കിൽ നമ്മൾ പോയി സ്ക്രീൻ തുടച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പ്രൊജക്ടറിലെ ഫിലിമാണ് മാറ്റേണ്ടത്. നമ്മുടെ മനസ്സിനുള്ളിലെ ഡേറ്റ അല്ലെങ്കിൽ മെമ്മറിയാണ് ആ ഫിലിം. നമ്മൾ ആരെങ്കിലും നമ്മളോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലെ ഏതോ ഒരു പഴയ ഓർമ്മയുടെ പ്രതിഫലനമാണ്. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പണത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള തെറ്റായ ധാരണകളുടെ ഫലമാണത്. ഹോ പോണോ പോണോ നമ്മളോട് പറയുന്നത് ഇതാണ്: പുറത്തു നടക്കുന്ന എല്ലാറ്റിനും 100% ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നേക്കാം. അതെങ്ങനെയാ? അവൻ എന്നെ ചതിച്ചതിന് ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും എന്ന് നിങ്ങൾ ചോദിക്കാം. പക്ഷേ ഇവിടെയാണിതിന്റെ മാജിക് ഇരിക്കുന്നത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നാൽ കുറ്റക്കാരനാവുക എന്നല്ല അർത്ഥം. മറിച്ച് എന്റെ ഉള്ളിലെ ഏതോ ഒരു കാര്യം ഈ പ്രശ്നത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്, അതിനെ മാറ്റാൻ എനിക്ക് കഴിവുണ്ട് എന്ന് തിരിച്ചറിയലാണ്. നമ്മുടെ അടുക്കളയിൽ പാത്രം കഴുകുമ്പോൾ അതാരാണ് അഴുക്കാക്കിയത് എന്ന് നമ്മൾ നോക്കാറില്ല. അത് വൃത്തിയാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ക്ലീൻ ചെയ്യുക. ഇനി നമുക്ക് ആ മാന്ത്രിക വരികളിലേക്ക് കടക്കാം. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ദൈവീകമായ ആ 4 ചേരുവകൾ. കേരളീയ ഭക്ഷണത്തിൽ ഉപ്പും മുളകും മഞ്ഞളും പോലെ നമ്മുടെ ആത്മാവിന് രുചി നൽകുന്ന 4 വാചകങ്ങൾ. ഐ ആം സോറി, എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് ഫോർഗിവ് മീ, ദയവായി എനിക്ക് മാപ്പ് നൽകൂ. താങ്ക് യു, നന്ദി. ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് വെറും വാക്കുകളല്ല, ഇത് പ്രപഞ്ചത്തിന്റെ പാസ്വേഡാണ്. ഇത് ആരോടാണ് പറയേണ്ടത്? നിങ്ങളെ വേദനിപ്പിച്ചവരോടാണോ? അല്ല. ദൈവത്തോടാണോ? അതെ. പക്ഷെ അതിലുപരി ഇത് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ഉപബോധ മനസ്സിനോടും ഇന്നർ ചൈൽഡിനോടും പ്രപഞ്ചശക്തിയോടുമാണ്.
ഓരോ വാക്കും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് ആഴത്തിൽ നോക്കാം. ഇത് വെറുതെ ഉരുവിട്ടാൽ പോരാ, ഇതിന്റെ ഫീൽ അനുഭവിക്കണം. ആദ്യം ഐ ആം സോറി. ഇത് പറയുമ്പോൾ നമ്മൾ സമ്മതിക്കുകയാണ്, ദൈവമേ, എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത, അസൂയയോ ദേഷ്യമോ പരാജയഭീതിയോ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ അടുക്കളയിൽ അറിയാതെ വീണുപോയ മാലിന്യം കണ്ട്, അയ്യോ, ഇത് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്നു പറയുന്നത് പോലെയാണിത്. രണ്ടാമത്, പ്ലീസ് ഫൊഗീവ് മീ. നമ്മുടെ മനസ്സിനോട് നമ്മൾ അപേക്ഷിക്കുന്നു, എന്നെയും എന്റെ ചിന്തകളെയും ശുദ്ധീകരിക്കാൻ സഹായിക്കണേ. നമ്മൾ നമ്മളോട് തന്നെ കാണിച്ച ക്രൂരതകൾക്ക് മാപ്പു ചോദിക്കുന്നു. മൂന്നാമത്, താങ്ക് യു. ഇതാണ് ഏറ്റവും പവർഫുൾ. പ്രശ്നങ്ങൾ മാറിയതുകൊണ്ടല്ല നന്ദി പറയുന്നത്. ഈ പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നതുകൊണ്ട് അത് ക്ലീൻ ചെയ്യാൻ ഒരവസരം കിട്ടിയല്ലോ, അതിനാണ് നന്ദി. ഒരു പാത്രം കഴുകിവെക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഓർമ്മയില്ലേ? അതുപോലെ ഈ പ്രശ്നത്തെ കഴുകിക്കളയാൻ അവസരം തന്നതിന് നന്ദി. നാലാമത്, ഐ ലവ് യു. ഈ പ്രപഞ്ചത്തെ, നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ ശരീരത്തെ, എല്ലാത്തിനെയും സ്നേഹിക്കുന്നു. സ്നേഹമൊഴുകുമ്പോൾ തടസ്സങ്ങൾ മാറും, അഴുക്കുകൾ അളിഞ്ഞുപോകും. നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, കൈപ്പുണ്യം. ഒരേ സാധനങ്ങൾ ഉപയോഗിച്ച് ഒരേ അളവിൽ കറി വച്ചാലും ചിലർ ഉണ്ടാക്കിയാൽ അതിന് പ്രത്യേക രുചിയായിരിക്കും. എന്തുകൊണ്ടാണത്? അമ്മമാർ ഭക്ഷണം വിളമ്പുമ്പോൾ അതിലൊരു സ്പെഷ്യൽ ചേരുവയുണ്ട്, സ്നേഹം. ഹോ പൊണോപൊണോയിലെ ഐ ലവ് യു എന്ന വാക്ക് പ്രവർത്തിക്കുന്നത് ഈ കൈപ്പുണ്യം പോലെയാണ്. നിങ്ങളൊരു പ്രശ്നത്തെ വെറുക്കുമ്പോൾ ആ പ്രശ്നം അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. കരി പിടിച്ച പാത്രം പോലെയാണത്. അത് ഉരച്ചു കഴുകാൽ പോവില്ല, അത് വെള്ളത്തിലിട്ട് കുതിർക്കണം. സ്നേഹമാണ് ആ വെള്ളം. നിങ്ങൾക്കൊരസുഖമുണ്ടെന്നിരിക്കട്ടെ, ആ അസുഖത്തോട് നീ പോ പോ എന്ന് ദേഷ്യപ്പെട്ടാൽ അത് മാറില്ല. മറിച്ച് നിങ്ങളുടെ ശരീരത്തോട് പറയുക, ഐ ലവ് യു. ഇത്രയും കാലം എന്നെ താങ്ങിയതിന് നന്ദി. ഈ വേദന എനിക്കൊരു പാഠമാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾ റിലാക്സ് ആകുന്നു. രോഗശാന്തി അവിടെ തുടങ്ങുന്നു. നന്ദി പറയുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തോട് പറയുകയാണ്, എനിക്ക് ഈ പ്രശ്നം തന്നത് നന്നായി, കാരണം ഇതിലൂടെ എനിക്ക് എന്നെ തന്നെ വൃത്തിയാക്കാൻ പറ്റിയല്ലോ. ഈ മനോഭാവം വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്കുകൾ താനെ അഴിഞ്ഞുമാറുന്നത് കാണാം. ഇനി നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് വരാം, പണം, മണി. പലരും ചോദിക്കാറുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാൻ ഹോ പൊണോ എങ്ങനെ ഉപയോഗിക്കാമെന്ന്. ശ്രദ്ധിക്കുക, പണമില്ലാത്തതല്ല യഥാർത്ഥ പ്രശ്നം. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേടിയും ആശങ്കയുമാണ് പ്രശ്നം. നമ്മുടെ അടുക്കളയിൽ പൈപ്പ് ബ്ലോക്കായാൽ വെള്ളം വരില്ലല്ലോ. അതുപോലെ പണം കിട്ടാൻ പാടാണ്, എനിക്കതിനുള്ള യോഗമില്ല എന്നൊക്കെയുള്ള പഴയ ചിന്തകൾ, മെമ്മറീസ്, പണത്തിന്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടതിതാണ്, കടങ്ങൾ ഓർക്കുമ്പോഴോ പണമില്ലാത്ത പേഴ്സ് കാണുമ്പോഴോ ആ സങ്കടം അനുഭവിക്കുക. എന്നിട്ട് അതിനോട് പറയുക, എന്റെ ഉള്ളിലെ ഏത് ചിന്തയാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കിയത്? ഐ ആം സോറി, പ്ലീസ് ഫൊഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. പണത്തോടല്ല, പണത്തെ തടയുന്ന നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസത്തോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ പണത്തെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഒരതിഥിയെ വീട്ടിൽ വിളിച്ചാൽ നമ്മൾ അവരെ സ്വീകരിക്കണ്ടേ? പണവും ഒരതിഥിയാണ്, എനർജി. താങ്ക് യു മണി, നീ എന്റെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നെനിക്കറിയാം. എന്റെ ഭയങ്ങളെ ഞാൻ ക്ലീൻ ചെയ്യുന്നു. ഐ ലവ് യു. ഇങ്ങനെ തുടർച്ചയായി ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് പുതിയ വഴികൾ തെറിയും. ചിലപ്പോൾ പുതിയൊരു ജോലി ഓഫർ വരാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായൊരു സഹായം ലഭിക്കാം. പൈപ്പ് ലൈനിലെ ബ്ലോക്ക് മാറിയാൽ വെള്ളം ചീറ്റി വരുന്നതുപോലെ പണം നിങ്ങളിലേക്ക് ഒഴുകും. അടുത്തത് ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്. ഭർത്താവുമായുള്ള വഴക്ക്, അമ്മായിയമ്മയുടെ കുറ്റപ്പെടുത്തൽ, അല്ലെങ്കിൽ ഓഫീസിലെ ദേഷ്യക്കാരനായ ബോസ്. ഇവരെയൊക്കെ എങ്ങനെ നേരിടും? ഇവിടെയാണ് ഹോപ്പൊണോപ്പൊണോയുടെ ഏറ്റവും വലിയ മാജിക്. മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്നത് നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളുടെ പ്രതിഫലനം മാത്രമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങളുടെ ബോസ് നിങ്ങളോട് ചൂടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്ന തോന്നലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം വെറുമൊരു കണ്ണാടി മാത്രമാണ്. കണ്ണാടി തല്ലിപ്പൊട്ടിച്ചിട്ട് കാര്യമില്ല, മുഖം തുടയ്ക്കണം. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അവരോട് തിരിച്ചൊന്നും പറയണ്ട. മനസ്സിൽ പറയുക, അവരിങ്ങനെ പെരുമാറാൻ കാരണമായ എന്റെ ഉള്ളിലെ ആ കാര്യം, മെമ്മറി അല്ലെങ്കിൽ ഡാറ്റ എന്താണ്? ഐ ആം സോറി, പ്ലീസ് ഫൊഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അത്ഭുതമെന്താണെന്നോ? നിങ്ങളിത് ഉള്ളിലിരുന്ന് ക്ലീൻ ചെയ്യുമ്പോൾ പുറത്തുള്ള വ്യക്തിയുടെ സ്വഭാവം മാറും. അതെ, ഇത് അനുഭവമാണ്. നിങ്ങൾ മാറുമ്പോൾ ലോകം മാറാൻ നിർബന്ധിതമാകും. ഒരു ഉദാഹരണം പറയാം.
അടുക്കളയിൽ പാൽ തിളച്ചു തൂവുകയാണെന്ന് കരുതുക. നിങ്ങൾ പാലിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല, തീ കുറയ്ക്കുകയാണ് വേണ്ടത്. അതുപോലെ മറ്റുള്ളവരുടെ ദേഷ്യം കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ തീ റിയാക്ഷൻ കുറയ്ക്കുക. ഹോപ്പൊണോപ്പൊണോ ചെയ്ത് ശാന്തമാവുക. അപ്പോൾ പുറത്തെ പ്രശ്നവും താനേ അടങ്ങും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ക്ലീനിംഗ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മൾ എവിടെയാണ് എത്തുന്നത്? അതിനെയാണ് സീറോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. വൈറസുകൾ നിറഞ്ഞാൽ അത് ഹാങ് ആകും. ഹോപ്പൊണോപ്പൊണോ ആ വൈറസുകളെ ഡിലീറ്റ് ചെയ്യുന്നു. എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീൻ ക്ലിയർ ആകും. ഈ സീറോ സ്റ്റേറ്റിലെത്തുമ്പോഴാണ് ഇൻസ്പിറേഷൻ അഥവാ ദൈവീകമായ വെളിപാടുകൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത് ബുദ്ധിമുട്ടി കാര്യങ്ങൾ ചെയ്യുന്നതിനു പകരം ദൈവം നമുക്ക് നേരിട്ട് നിർദ്ദേശങ്ങൾ തരാൻ തുടങ്ങും. ആ വ്യക്തിയെ വിളിക്കൂ, ആ സ്ഥലത്തേക്ക് പോകൂ, ഈ ബിസിനസ് തുടങ്ങൂ, ഇങ്ങനെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരും. ആ തോന്നലിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ സാധാരണ ചോറ് വയ്ക്കുമ്പോൾ വിചാരിക്കും, ഇന്ന് സാമ്പാർ വയ്ക്കാമെന്ന്. അത് നമ്മുടെ മെമ്മറിയാണ്. പക്ഷേ ചിലപ്പോൾ തോന്നും, ഇന്ന് ബിരിയാണി ആയാലോ എന്ന്. ആ തോന്നൽ വരുന്നത് ഒരു സ്പെഷ്യൽ ഇൻസ്പിറേഷനിൽ നിന്നാണ്. ജീവിതം രുചികരമാകുന്നത് നമ്മൾ പഴയ പാചകക്കുറിപ്പുകൾ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പാചകക്കുറിപ്പിനായി കാത്തിരിക്കുമ്പോഴാണ്. അതിനാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മുടെ മനസ്സിൽ ഇടം കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഹോപ്പൊണോപ്പൊണോ എന്നും അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും. പക്ഷേ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. നീന്താൻ പഠിക്കണമെങ്കിൽ വെള്ളത്തിലിറങ്ങണം. രുചി അറിയണമെങ്കിൽ ഭക്ഷണം കഴിക്കണം. നിങ്ങൾ തയ്യാറാണോ? അടുത്ത സെഷനിൽ നമ്മൾ ഒരുമിച്ചിത് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം മനസ്സിൽ കാണുക. നമുക്കതിനെ ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ ക്ലീൻ ചെയ്തു തുടങ്ങാം. ഒരു ശാന്തമായ സ്ഥലത്തിരിക്കൂ. ഹെഡ്ഫോൺ വയ്ക്കാം. നമുക്ക് ആ മാന്ത്രിക ലോകത്തേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നാലും ഒന്ന് റിലാക്സ് ചെയ്യൂ. കഴിയുമെങ്കിൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക, അല്ലെങ്കിൽ ആ ദീപനാളത്തിലേക്ക് മാത്രം നോക്കിയിരിക്കുക. നമുക്ക് നമ്മുടെ മനസ്സിന്റെ അടുക്കള ഒന്ന് തുറന്നു നോക്കാം. ഒരു ദീർഘശ്വാസമെടുക്കൂ. ഡീപ് ബ്രത്ത് ഇൻ. മെല്ലെ, വളരെ മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടൂ. ബ്രീത്ത് ഔട്ട്. വീണ്ടും ശ്വാസമുള്ളിലേക്ക്. പോസ്. പുറത്തേക്ക്. പ്രഷർ കുക്കറിന്റെ വെയിറ്റ് പൊക്കുമ്പോൾ ഉള്ളിലുള്ള ആവി ചീറ്റിപ്പോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഈ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ മുറുക്കങ്ങളും മനസ്സിന്റെ ഭാരങ്ങളും പുറത്തേക്ക് പോവുകയാണ്. നിങ്ങളുടെ തോളുകൾ റിലാക്സ് ചെയ്യൂ. നെറ്റിയിലെ ചുളിവുകൾ മാറ്റൂ. നിങ്ങളിപ്പോൾ സുരക്ഷിതരാണ്. ഇപ്പോ നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരു സമയം ഒരു കാര്യം മാത്രം. അത് നിങ്ങളുടെ കടബാധ്യതയാകാം, നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ മാറാത്തൊരു രോഗമാകാം. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്കെവിടെയാണ് വേദനിക്കുന്നത്? നെഞ്ചിലാണോ? വയറ്റിലാണോ? അതോ തലയിലാണോ? ആ വേദനയെ അല്ലെങ്കിൽ ആ അസ്വസ്ഥതയൊന്ന് ശ്രദ്ധിക്കൂ. അതിനെ വെറുക്കരുത്. അതിനെ ഓടിച്ചുവിടാൻ ശ്രമിക്കരുത്. നമ്മുടെ അടുക്കളയിൽ കരിപിടിച്ച ഒരു പാത്രം ഇരിക്കുന്നതുപോലെ അതവിടെ ഇരിക്കുന്നു എന്ന് മാത്രം കാണുക. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ കരിപിടിച്ച പാത്രത്തിലേക്ക് സ്നേഹമെന്ന വെള്ളമൊഴിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ആ പ്രശ്നത്തെ നോക്കി നമുക്ക് 4 വരികൾ പറയാം. എന്റെ കൂടെ മനസ്സിലേറ്റുചൊല്ലൂ. ദൈവമേ, എന്റെ ഉള്ളിലെ ഏതറിവില്ലായ്മയാണ് ഈ പ്രശ്നത്തെ സൃഷ്ടിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. എന്റെ അശ്രദ്ധയ്ക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്ലീസ് ഫൊർഗിവ് മീ. പോസ്. എന്നെയും എന്റെ ചിന്തകളെയും ശുദ്ധീകരിക്കണേ. എന്നോട് ക്ഷമിക്കണേ. ഞാൻ എന്നെത്തന്നെ ക്ഷമിക്കുന്നു. താങ്ക് യു. ഈ പ്രശ്നം എന്റെ മുന്നിൽ കൊണ്ടുവന്നതിന് നന്ദി. ഇതെന്റെ കർമ്മങ്ങളെ കഴുകിക്കളയാനുള്ള അവസരമാണ്. അതിന് ഞാൻ നന്ദി പറയുന്നു. ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ഈ പ്രശ്നത്തെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ ജീവിതത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തെ ഞാൻ സ്നേഹിക്കുന്നു. Pause for 5 seconds. Allow the music to swell slightly. ഒന്നുകൂടി പറയാം, കുറച്ചുകൂടി ആഴത്തിൽ. ആ പ്രശ്നം ഉരുകിപ്പോകുന്നത് സങ്കൽപ്പിക്കൂ. I am sorry. Please forgive me. Thank you. I love you. നിങ്ങളുടെ ബോധമനസ്സ്, കോൺഷ്യസ് മൈൻഡ്, ഇത് വിശ്വസിക്കണമെന്നില്ല. ഇതുകൊണ്ട് എന്ത് കാര്യം എന്നത് ചോദിച്ചേക്കാം. സാരമില്ല. മരുന്ന് കഴിക്കുമ്പോൾ
അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയേണ്ട ആവശ്യമില്ലല്ലോ. കഴിച്ചാൽ അസുഖം മാറും. അതുപോലെ വെറുതെ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കൂ. ഐ എം സോറി. ഫീൽ ദ റിഗ്രറ്റ്. പ്ലീസ് ഫൊർഗിവ് മീ. ഫീൽ ദ റിലീസ്. താങ്ക് യു. ഫീൽ ദ ഗ്രാറ്റിറ്റ്യൂഡ്. ഐ ലവ് യു. ഫീൽ ദ ഹീലിംഗ്. ഇപ്പോ നിങ്ങളുടെ മനസ്സൊന്ന് ശ്രദ്ധിക്കൂ. നേരത്തെ ഉണ്ടായിരുന്ന ആ ഭാരം കുറഞ്ഞില്ലേ? ഒരു വലിയ മഴ പെയ്തു തീർന്നതിന് ശേഷമുള്ള അന്തരീക്ഷം പോലെ എല്ലാം ശാന്തമായിരിക്കുന്നു. നിങ്ങളിപ്പോ ചെയ്തത് ചെറിയ കാര്യമല്ല. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കാലങ്ങളായി ഒട്ടിപ്പിടിച്ചിരുന്ന ഒരു ബ്ലോക്കിനെയാണ് നിങ്ങൾ ഇളക്കിമാറ്റിയത്. അടുക്കള വൃത്തിയാക്കിയാൽ കിട്ടുന്ന ഒരു സംതൃപ്തിയില്ലേ? അതുപോലൊരു സമാധാനം ഇപ്പം നിങ്ങൾക്കനുഭവപ്പെടുന്നുണ്ടാകും. ഈ സമാധാനമാണ് പീസ് ഓഫ് ഐ. ഈ സമാധാനത്തിൽ നിന്നാണ് അത്ഭുതങ്ങൾ ജനിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, മനസ്സിൽ എപ്പോൾ അസ്വസ്ഥത തോന്നിയാലും ഉടനെ ഈ 4 മന്ത്രങ്ങളെടുത്ത് പ്രയോഗിക്കുക. അത് നിങ്ങളുടെ പോക്കറ്റ് മരുന്നാണ്. സുഹൃത്തെ, ഒറ്റ ദിവസം ജിമ്മിൽ പോയാൽ 6 പാക്ക് കിട്ടില്ലല്ലോ. ഒറ്റ ദിവസം പല്ല് തേച്ചാൽ പല്ല് എപ്പോഴും വെളുത്തിരിക്കുമോ? ഇല്ല. ഇതൊരു ശീലമാക്കണം. ഹാബിറ്റ്. നമ്മുടെ കേരളീയ വീടുകളിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്ന ഒരു ശീലമില്ലേ? അതെന്തിനാണ്? ഇരുട്ടുമാറ്റാൻ. ഹോ ഒപ്പോനോപ്പോനോ നിങ്ങളുടെ മനസ്സിന്റെ വിളക്കാണ്. ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നേക്കാം. അത് സ്വാഭാവികമാണ്. പൊടി വരുന്നത് തടയാൻ പറ്റില്ല, പക്ഷേ ദിവസവും അടിച്ചുവാരാൻ നമുക്ക് പറ്റും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം പറയുക, താങ്ക് യു, ഐ ലവ് യു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അന്നത്തെ ദിവസത്തെക്കുറിച്ച് ഓർത്തു പറയുക, ഐ എം സോറി, പ്ലീസ് ഫൊർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? അടുത്ത ബാച്ചിൽ ഞാൻ പറയാൻ പോകുന്നത് ഇത് സ്ഥിരമായി ചെയ്തവർക്ക് ലഭിച്ച അവിശ്വസനീയമായ ഫലങ്ങളെക്കുറിച്ചാണ്. റിയൽ ലൈഫ് റിസൾട്ട്സ്. നിങ്ങൾ ഞെട്ടിപ്പോകും, ഉറപ്പ്. നമ്മുടെ വീടുകളിൽ നല്ലൊരു ബിരിയാണി വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ മണം നമ്മൾ വിളിച്ചു പറയാതെ തന്നെ അയൽ വീട്ടുകാരറിയും, അല്ലേ? ഇന്ന് അവിടെ സ്പെഷ്യലാണല്ലോ എന്നവർ പറയും. ഹോ ഒപ്പോണൊപ്പോനോ കൃത്യമായി ചെയ്താൽ സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ മാറ്റം വരുത്തുമ്പോൾ അതിന്റെ ഫലം, റിസൾട്ട്സ്, നിങ്ങളുടെ പുറത്തുള്ള ലോകത്ത് സുഗന്ധം പോലെ പരക്കും. ഇത് വെറും വർത്തമാനമല്ല. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ, സാധാരണക്കാർ, ഇത് അനുഭവിച്ചറിഞ്ഞ സത്യമാണ്. ചില യഥാർത്ഥ അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെത്രത്തോളം ശക്തമാണെന്ന്. എന്റെ സുഹൃത്ത് രാഹുലിന്റെ കാര്യം പറയാം. പേര് യഥാർത്ഥമല്ല, സംഭവം സത്യമാണ്. 2 വർഷം മുൻപ് രാഹുൽ വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ബിസിനസ് തകർന്നു, തലയിൽ നിറയെ കടം, ബാങ്കിൽ നിന്നും ആളുകൾ വിളിച്ച് ശല്യം ചെയ്യുന്നു. രാഹുൽ എന്നോട് പറഞ്ഞു, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, ഞാൻ എന്ത് ചെയ്തിട്ടും കടം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഞാൻ അവനോട് ചോദിച്ചു, നീ എപ്പോഴും എന്താണ് ചിന്തിക്കുന്നത്? അവൻ പറഞ്ഞു, എങ്ങനെ കടം വീട്ടും എന്ന പേടിയാണെപ്പോഴും. ശ്രദ്ധിക്കുക, പേടി എന്ന വിത്ത് വിതച്ചാൽ പരാജയം എന്ന മരമേ വളരൂ. ഞാൻ അവനോട് ഹോ ഒപ്പോനൊപ്പോനോ ചെയ്യാൻ പറഞ്ഞു. പണത്തോടല്ല, അവന്റെ ഉള്ളിലെ ആ പേടിയോട് സംസാരിക്കാൻ പറഞ്ഞു. ആദ്യത്തെ ഒരാഴ്ച വലിയ മാറ്റമൊന്നും കണ്ടില്ല, പക്ഷെ അവന്റെ മനസ്സ് ശാന്തമായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ ഒരു ഫോൺ കോൾ അവന് വന്നു. വർഷങ്ങൾക്ക് മുൻപ് അവൻ സഹായിച്ച ഒരു പഴയ സുഹൃത്ത് പുതിയൊരു ബിസിനസ് ഐഡിയയുമായി അവനെ തേടി വന്നു. അവരൊന്നിച്ചു പ്രവർത്തിച്ചു. വെറും 6 മാസം കൊണ്ട് രാഹുൽ തന്റെ പകുതി കടങ്ങളും വീട്ടി. ഇതെങ്ങനെ സംഭവിച്ചു? അവൻ പണമില്ല എന്ന ചിന്തയെ, സ്കേർസിറ്റി മൈൻഡ്സെറ്റ് എന്നതിനെ ക്ലീൻ ചെയ്തു. പകരം അവിടെ പുതിയ അവസരങ്ങൾക്ക് കയറി വരാൻ സ്ഥലം കൊടുത്തു. ബ്ലോക്ക് മാറിയപ്പോൾ പണം ഒഴുകിയെത്തി. ഇനി മറ്റൊരനുഭവം. ഇത് ഒരു വീട്ടമ്മയുടേതാണ്. അവരുടെ ഭർത്താവ് എപ്പോഴും ദേഷ്യപ്പെടുന്ന പ്രകൃതക്കാരനായിരുന്നു. വീട്ടിൽ സമാധാനമേ ഉണ്ടായിരുന്നില്ല. വിവാഹമോചനം വരെ കാര്യങ്ങൾ എത്തിനിൽക്കുന്ന സമയം അവർ ഹോ പൊണൊപ്പൊണോ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവർ ചെയ്തത് ഭർത്താവിനെ മാറ്റാനല്ല, മറിച്ച് ഭർത്താവിനെ കാണുമ്പോൾ തനിക്ക് തോന്നുന്ന ദേഷ്യവും വെറുപ്പും, റിസെന്റ്മെന്റ് മാറ്റാനാണ്. അവരിങ്ങനെ ചിന്തിച്ചു, എന്റെ ഭർത്താവ് എന്റേതായ ഒരു ഭാഗമാണ്. എന്റെ ഉള്ളിലെ ദേഷ്യമാണ് പുള്ളിയിലൂടെ പുറത്തുവരുന്നത്. ഓരോ തവണ വഴക്ക് നടക്കുമ്പോഴും അവർ മനസ്സിൽ പറഞ്ഞു, ഐ ആം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, ഐ ലവ് യു. അവർ ഭർത്താവിനോട് തർക്കിക്കാൻ പോയില്ല, ഉള്ളിലിരുന്ന് ക്ലീൻ ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവിന്റെ സ്വഭാവത്തിൽ വല്ലാത്തൊരു മാറ്റം. അകാരണമായി ദേഷ്യപ്പെടുന്നത് കുറഞ്ഞു. ഒരു ദിവസം അദ്ദേഹം വന്നു ചോദിച്ചു, നമ്മൾ എന്തിനാണ് വെറുതെ വഴക്കിടുന്നത്?
നമുക്ക് സമാധാനമായി ജീവിച്ചൂടെ? ഇത് കേട്ടപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ കണ്ണാടി തുടച്ചപ്പോൾ പ്രതിബിംബം ക്ലിയറായി. അത്രയുള്ളൂ കാര്യം. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കരുത്, നിങ്ങളെ മാറ്റൂ, അപ്പോൾ ബാക്കിയെല്ലാം മാറും. നിങ്ങൾ ചോദിച്ചേക്കാം, ഇതെങ്ങനെ ശാസ്ത്രീയമായി നടക്കും? ഇതൊരു മാജിക്കല്ല, ഇതൊരു ഫിസിക്സാണ്. ഒരു റേഡിയോ ഉദാഹരണമായി എടുക്കുക. നിങ്ങൾക്ക് 98.6 FM കേൾക്കണമെങ്കിൽ കൃത്യമായി ആ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യണം. 92ൽ വെച്ചിട്ട് പാട്ട് കേൾക്കുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവത്തിനും ഓരോ ഫ്രീക്വൻസിയുണ്ട്. സന്തോഷത്തിനൊരു ഫ്രീക്വൻസിയുണ്ട്, ദുഃഖത്തിന് വേറൊരു ഫ്രീക്വൻസിയുണ്ട്, പണത്തിന് വേറൊരു ഫ്രീക്വൻസിയുണ്ട്. നിങ്ങളെപ്പോഴും പരാതിയും സങ്കടവും ലോ വൈബ്സ് കൊണ്ടു നടന്നാൽ റേഡിയോയിലെ കരകരാ ശബ്ദം പോലെയുള്ള അനുഭവങ്ങളെ നിങ്ങൾക്ക് കിട്ടൂ. ഹോപ്പൊണൊപ്പൊണോ ചെയ്യുന്നതെന്താണെന്നോ? ഇത് നിങ്ങളുടെ ട്യൂണിംഗ് ശരിയാക്കുന്നു. നിങ്ങൾ താങ്ക് യു, ഐ ലവ് യു എന്നു പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഫ്രീക്വൻസി ഉയരുന്നു. നിങ്ങൾ പോസിറ്റീവ് എനർജിയിലേക്ക് മാറുന്നു. ഉയർന്ന ഫ്രീക്വൻസിയിലെത്തുമ്പോൾ നല്ല കാര്യങ്ങൾ, ഗുഡ് വൈബ്സ് നിങ്ങളെ തേടിവരും. അതുകൊണ്ടാണ് പറയുന്നത്, അടുക്കള വൃത്തിയാണെങ്കിൽ നല്ല ഭക്ഷണമുണ്ടാക്കാൻ എളുപ്പമാണ്, മനസ്സ് വൃത്തിയാണെങ്കിൽ നല്ല ജീവിതമുണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ മുന്നറിയിപ്പ് നൽകട്ടെ. ഹോപ്പൊണൊപ്പൊണോ തുടങ്ങുമ്പോൾ ചിലപ്പോൾ വിചാരിച്ച ഫലം ഉടനെ കിട്ടിയില്ലെന്ന് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ പഴയ പ്രശ്നങ്ങളൊന്നു കൂടുന്നതായി തോന്നാം. അതുകണ്ട് നിങ്ങൾ പേടിക്കരുത്. പാത്രം കഴുകുമ്പോൾ ആദ്യം വെള്ളമാകെ അഴുക്കാകുന്നത് കണ്ടിട്ടില്ലേ? അഴുക്ക് ഇളകി വരുന്നതാണത്. അതുപോലെ ഉള്ളിലെ വികാരങ്ങൾ പുറത്തുവരുമ്പോൾ സങ്കടം തോന്നിയേക്കാം, കരച്ചിൽ വന്നേക്കാം. അത് നല്ല ലക്ഷണമാണ്, ക്ലീനിംഗ് നടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ്. നിർത്തരുത്. ആ അഴുക്കുജലം ഒഴുക്കിക്കളയുക, വീണ്ടും ക്ലീൻ ചെയ്യുക. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പായസമുണ്ടാക്കിയിട്ടും അവസാനം പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ടാൽ എങ്ങനെയുണ്ടാകും? എല്ലാം വെറുതെയാകും, അല്ലേ? ഹോപ്പൊണൊപ്പൊണോ ചെയ്യുമ്പോഴും പലരും വരുത്തുന്ന ചില തെറ്റുകളുണ്ട്. ഈ തെറ്റുകൾ വരുത്തിയാൽ ഗുണത്തിനു പകരം ദോഷം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ 5 തെറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടാകാം. നമുക്കത് പരിശോധിക്കാം, തിരുത്താം. തെറ്റ് 1. അമിതമായ പ്രതീക്ഷ. എക്സ്പെക്റ്റിംഗ് റിസൾട്ട്. പലരും ഇത് ചെയ്യുന്നത് ഒരു ഡീല് പോലെയാണ്. ദൈവമേ, ഞാൻ 100 തവണ ഐ ആം സോറി പറയാം, പകരം എനിക്ക് നാളെ ആ ലോട്ടറി അടിക്കണം. സുഹൃത്തേ, ഹോപ്പൊണൊപ്പൊണോ ഒരു വെൻഡിംഗ് മെഷീനല്ല, കാശിട്ടാൽ ഉടനെ സാധനം വരാൻ. നിങ്ങൾ ഫലമാഗ്രഹിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും ഒരു തടസ്സമുണ്ടാക്കുകയാണ്. എനിക്കിത് കിട്ടണമെന്ന വാശി ഒരു നെഗറ്റീവ് എനർജിയാണ്. ശരിയായ രീതി എന്താണ്? വിത്തുപാകുക, വെള്ളമൊഴിക്കുക. എപ്പോൾ പൂക്കണമെന്ന് ചെടിയും പ്രകൃതിയും തീരുമാനിക്കും. റിസൾട്ട് എന്തുമാകട്ടെ, ഞാൻ ക്ലീൻ ചെയ്യുന്നു എന്ന മനോഭാവമാണ്, ഡിറ്റാച്ച്മെന്റ് വേണ്ടത്. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യമല്ല, അതിലും നല്ല കാര്യമാകും ചിലപ്പോൾ ദൈവം നിങ്ങൾക്കായി കരുതിയിട്ടുണ്ടാവുക. വിട്ടുകൊടുക്കുക, ലെറ്റ് ഗോ. തെറ്റ് 2. മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുന്നത്. ഭർത്താവിന്റെ മദ്യപാനം മാറാൻ, മകന്റെ ഉദാസീനത മാറാൻ, ഇതിനൊക്കെ വേണ്ടി പലരും ഹോപ്പൊണൊപ്പൊണോ ചെയ്യാറുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, നിങ്ങൾ പറയുന്നത് അവൻ മാറട്ടെ എന്നാണെങ്കിൽ അത് നടക്കില്ല. കാരണം നിങ്ങൾ പുറത്താണ് നോക്കുന്നത്. ഹോപ്പൊണൊപ്പൊണോയുടെ അടിസ്ഥാനം തന്നെ ഞാനാണ് ഉത്തരവാദി എന്നതാണ്. നിങ്ങൾ പറയേണ്ടത്, അവർ ഇങ്ങനെ പെരുമാറാൻ കാരണമായ എന്റെ ഉള്ളിലെ ഡേറ്റ എന്താണ്? അതെനിക്കറിയില്ല, പക്ഷേ ഞാനത് ക്ലീൻ ചെയ്യുന്നു. ഓർക്കുക, കറയിരിക്കുന്നത് കണ്ണാടിയിലല്ല, നിങ്ങളുടെ മുഖത്താണ്. കണ്ണാടി തുടച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലെ അസ്വസ്ഥത മാറുമ്പോൾ പുറത്തുള്ള വ്യക്തിയുടെ പെരുമാറ്റവും മാറും. തെറ്റ് 3. വികാരമില്ലാതെ ചൊല്ലുന്നത്. മെക്കാനിക്കൽ റെപ്പറ്റീഷൻ. വെറുതെ ഒരു പാട്ടുപോലെ ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നു വേഗത്തിൽ പറഞ്ഞുപോയാൽ ഗുണമില്ല. നമ്മുടെ കേരളീയ സദ്യ കഴിക്കുമ്പോൾ വെറുതെ വിഴുങ്ങിയാൽ രുചി അറിയുമോ? ഇല്ല. അത് ചവച്ചരച്ച് ആസ്വദിച്ചു കഴിക്കണം. ഓരോ വാക്കും ഫീൽ ചെയ്യണം. ഐ ആം സോറി എന്ന് പറയുമ്പോൾ ഒരു കുറ്റബോധം തോന്നണം. ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഹൃദയം നിറയണം. ഭാവമാണ് പ്രധാനം, എണ്ണമല്ല. 100 തവണ വെറുതെ പറയുന്നതിനേക്കാൾ നല്ലതാണ് 5 തവണ ആത്മാർത്ഥമായി പറയുന്നത്. തെറ്റ് 4. പകുതിക്ക് വെച്ച് നിർത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ കൂടിയെന്ന് വരാം. പെട്ടെന്നൊരു വഴക്കുണ്ടായേക്കാം, അല്ലെങ്കിൽ അകാരണമായി സങ്കടം വന്നേക്കാം. പലരും ഇവിടെ വെച്ച് പേടിച്ചു നിർത്തും. അയ്യോ, ഇതെനിക്ക് പറ്റുന്നില്ല എന്ന് പറയും. അവിടെയാണ് നിങ്ങൾ തോൽക്കുന്നത്. ഒരു മുറി വർഷങ്ങൾക്ക് ശേഷം അടിച്ചുവാരുമ്പോൾ പൊടി പറക്കില്ലേ, ചുമ വരില്ലേ? അത് വൃത്തിയാകുന്നതിന്റെ ലക്ഷണമാണ്. ആ സമയം നിർത്തരുത്. താങ്ക് യു, ഈ പൊടി പുറത്തുപോകുന്നതിന് നന്ദി എന്ന് പറഞ്ഞ് കൂടുതൽ ക്ലീൻ ചെയ്യുക. ആ ടണലിന്റെ അറ്റത്ത് വെളിച്ചമുണ്ട്. തെറ്റ് 5. വല്ലപ്പോഴും മാത്രം ചെയ്യുന്നത്.
ഇന്ന് ചെയ്തു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്തു. ഇങ്ങനെ ചെയ്താൽ ഫലം കിട്ടില്ല. നമ്മുടെ മനസ്സ് 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാലിന്യം അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിവസവും കുളിക്കുന്നതുപോലെ, ദിവസവും പല്ല് തേക്കുന്നതുപോലെ മനസ്സിനെയും ദിവസവും ക്ലീൻ ചെയ്യണം. ഇതൊരു ജീവിതശൈലിയാണ്. പ്രശ്നം വരുമ്പോൾ മാത്രം എടുക്കാനുള്ള പാരസെറ്റമോൾ അല്ല ഇത്. ഇത് നിങ്ങളുടെ നിത്യഭക്ഷണമാണ്. സുഹൃത്തുക്കളെ, ഈ തെറ്റുകൾ ഒഴിവാക്കി ശരിയായ രീതിയിൽ നിങ്ങൾ മുന്നോട്ടു പോയാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും. ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ മനോഹരമാണ് നിങ്ങളുടെ ജീവിതം. ആ കർട്ടനൊന്ന് മാറ്റിയാൽ മാത്രം മതി. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ഇന്നത്തെ ഈ യാത്ര അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ഒരു ചെറിയ സമ്മാനം, ടേക്ക് അവേ കൂടി ഞാൻ തരാം. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ 21 ദിവസത്തെ ചാലഞ്ച്. ഇതൊരു വെറും വീഡിയോ കണ്ട് അവസാനിപ്പിക്കേണ്ട കാര്യമല്ല. നമുക്കിന്ന് തന്നെ ഒരു മാറ്റം തുടങ്ങണ്ടേ? ഞാൻ നിങ്ങളെ ഒരു ചാലഞ്ചിന് ക്ഷണിക്കുകയാണ്. ദ 21 ഡേ മിറക്കിൾ ചാലഞ്ച്. മനഃശാസ്ത്രപരമായി ഒരു പുതിയ ശീലമുണ്ടാക്കിയെടുക്കാൻ 21 ദിവസം വേണം. ഇനിയുള്ള 21 ദിവസം നിങ്ങൾ ഈ കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യുമോ? രാവിലെ മോർണിംഗ് റുട്ടീൻ. എഴുന്നേറ്റ ഉടനെ കണ്ണാടിയിൽ നോക്കി സ്വന്തം കണ്ണുകളിലേക്ക് നോക്കി പറയുക, ഐ ലവ് യു. ഇന്നലത്തെ എല്ലാ തെറ്റുകൾക്കും ഐ ആം സോറി. ഇന്നത്തെ ഈ നല്ല ദിവസത്തിന് താങ്ക് യു. ഉച്ചയ്ക്ക് ട്രിഗർ ക്ലീൻ. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ദേഷ്യമോ സങ്കടമോ വരുന്നോ, അപ്പോൾ തന്നെ മനസ്സിൽ ഐ ആം സോറി, പ്ലീസ് ഫൊർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് ജപിക്കുക. രാത്രി നൈറ്റ് റുട്ടീൻ. ഉറങ്ങുന്നതിന് തൊട്ടുമുൻപ് അന്നത്തെ ദിവസത്തെ എല്ലാ സംഭവങ്ങളെയും മനസ്സിൽ കണ്ട് ക്ലീൻ ചെയ്യുക. ഇത് 21 ദിവസം ചെയ്താൽ 22ാം ദിവസം നിങ്ങൾ പുതിയൊരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ മുഖത്തൊരു തേജസ്സുണ്ടാകും. നിങ്ങളുടെ വാക്കുകളിൽ ഒരു ശക്തിയുണ്ടാകും. ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഐ ആക്സെപ്റ്റ് എന്ന് കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ആ തീരുമാനം അവിടെ രേഖപ്പെടുത്തൂ. അത് പ്രപഞ്ചം കാണട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തേ, നമ്മൾ ജനിച്ചത് കഷ്ടപ്പെടാനും കരയാനും മാത്രമല്ല. നമ്മൾ ജനിച്ചത് ഈ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ അനുഭവിക്കാനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരത്ഭുത വിളക്കുണ്ട്. അതിലെ പൊടിയൊന്ന് തുടച്ചുമാറ്റിയാൽ മതി. ആ പ്രകാശം പുറത്തുവരും. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അതിനേക്കാൾ വലുതാണ് നിങ്ങളുടെ ഉള്ളിലെ ശക്തി. ഹോ ഓ പൊണോ പൊണോ ഒരു താക്കോലാണ്. നിങ്ങളുടെ സന്തോഷത്തിന്റെ പൂട്ടിട്ട മുറി തുറക്കാനുള്ള താക്കോൽ. ഇന്നലെ കഴിഞ്ഞുപോയി. നാളെ വരാനിരിക്കുന്നതേയുള്ളൂ. നമുക്കുള്ളത് ഈ നിമിഷം മാത്രം. ദിസ് മൊമെന്റ്. ഈ നിമിഷത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക. നന്ദി കൊണ്ട് നിറയ്ക്കുക. നിങ്ങളുടെ ജീവിതം ഒരു പൂന്തോട്ടമായി മാറട്ടെ. അവിടെ സമാധാനത്തിന്റെ പൂക്കൾ വിരിയട്ടെ. സമ്പത്തിന്റെയും സ്നേഹത്തിന്റെയും തേൻവണ്ടുകൾ അവിടെ വന്നെത്തട്ടെ. വിശ്വസിക്കുക, മാറ്റം സാധ്യമാണ്. അത് നിങ്ങളിൽ നിന്ന് തുടങ്ങുന്നു. ഈ വീഡിയോ നിങ്ങൾക്കൊരു ചെറിയ ആശ്വാസമെങ്കിലും നൽകിയെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും തെളിയിച്ചെങ്കിൽ, ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതെനിക്കുള്ള നിങ്ങളുടെ താങ്ക് യു ആണ്. ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുക. നല്ലത് പങ്കുവയ്ക്കുമ്പോൾ അത് ഇരട്ടിക്കും. കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കും ജീവിതം മാറ്റുന്ന അറിവുകൾക്കും വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങളുടെ ഓരോ കമന്റും ഞാൻ വായിക്കുന്നതാണ്. 21 ദിവസത്തിനു ശേഷം നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അത്ഭുത കഥകൾ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. അതുവരെ നിങ്ങളുടെ മനസ്സിനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. നന്ദി, നമസ്കാരം.